ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യുമ്പോൾ ഏത് രാജ്യങ്ങളായിക്കോട്ടെ അവരാദ്യം ശ്രമിക്കുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒരു റെജിമെന്റ് മറ്റൊരു റെജിമെന്റ് തമ്മിൽ ബന്ധപ്പെടാനുള്ള കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ആദ്യം ശത്രു രാജ്യത്തിന്റെ ആദ്യം തകർക്കുക. എന്താണ് ഇതിനുള്ള കാരണം? ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ആ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി യുദ്ധം വിജയിച്ചു. ഇതുപോലെ തന്നെ ഒരു വിശ്വാസിയെ ശത്രു എവിടെയാ പൂട്ടുന്നതെന്നറിയാമോ? വിശ്വാസിയെ ശത്രു പൂട്ടുന്നത് എവിടെയാണെന്നറിയാമോ? അവന്റെ പ്രാർത്ഥന ആദ്യം വിച്ഛേദിക്കപ്പെടും. ദൈവവുമായിട്ടുള്ള അവന്റെ ഹോട്ട്ലൈൻ, ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ആദ്യം പിശാച് വിച്ഛേദിക്കും. എങ്ങനെയാണെന്നറിയാമോ? അവന്റെ പ്രാർത്ഥന അങ്ങ് മുറിക്കും. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം അങ്ങ് മുറിക്കും, പ്രാർത്ഥന അങ്ങ് ഇല്ലാതാക്കും. മെല്ലെ മെല്ലെ പ്രാർത്ഥന അങ്ങ് കുറഞ്ഞു പോകും. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 14, 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് 6 ആയുധവർഗ്ഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങൾ എന്ന ലിസ്റ്റിൽ 6 ആയുധങ്ങളെ പറ്റി പറയുന്നു. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, വിശ്വാസം, നീതി, രക്ഷ, ആത്മാവിന്റെ വാള എന്നിങ്ങനെ 6ഓളം ആയുധങ്ങളെ പറ്റി പറയുന്നു. എന്നാൽ 6:18 ലിസ്റ്റിൽ പെടാത്ത ഒരു ആയുധത്തിന്റെ കാര്യം പറയുന്നുണ്ട്. 6:18 പറയണ സകല പ്രാർത്ഥനയാലും. അഥവാ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങൾ, വിശ്വാസം, നീതി, രക്ഷ, ദൈവവചനം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, ഇതെല്ലാം വർക്കാകണമെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ പറ്റത്തില്ല. നിന്റെ പ്രാർത്ഥനയെ ശത്രു തടയാൻ ശ്രമിക്കും. ഒരു പ്രാർത്ഥന ഇല്ലാത്തൊരു മനുഷ്യൻ ശക്തിയില്ലാത്ത മനുഷ്യനാണ്. പ്രാർത്ഥന ഇല്ലാത്ത ഒരു ഭവനം മേൽക്കൂര ഇല്ലാത്ത ഭവനത്തോട് തുല്യമാണ്. പ്രാർത്ഥന ഒരു ബലഹീന മനുഷ്യന് എങ്ങനെയാണോ ഊന്നുവടി അവനെ സഹായിക്കുക, അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒന്നുമില്ല. പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള ആശ്രയത്വമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാൻ പിശാച് ആകുന്ന പണി നോക്കും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുന്ന നമ്മളുടെ ഹോട്ട്ലൈനാണ്, കണക്ഷനാണ്. അത് വിച്ഛേദിക്കുവാൻ ശത്രുവാകുന്ന പിശാച് മാക്സിമം ശ്രമിക്കും. അതിന് വഴിപ്പെടരുത്. പ്രാർത്ഥന നിന്നുപോയോ, കുറഞ്ഞുപോയോ, ഇല്ലാതായി പോയോ, ഇന്ന് ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ദൈവം ധാരാളമായി